നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും കണ്ടു തുടങ്ങുന്ന അല്ലാന്നുണ്ടെങ്കിൽ പുതുതായിട്ട് തുടങ്ങുന്ന യൂട്യൂബേഴ്സിനും എല്ലാവർക്കും അറിയാത്തൊരു കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ കുറേ ഇടത്ത് കേട്ടു തുടങ്ങുന്ന ഒരു കാര്യമാണ്. എന്താണ് യൂട്യൂബ് അൽഗോരിതം? എനിക്കും ഭയങ്കര ഡൗട്ടായിരുന്നു. എന്താണ് യൂട്യൂബ് അൽഗോരിതം? ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെ പറ്റിയിട്ട് കുറേ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. എന്താണ് യൂട്യൂബ് അൽഗോരിതം? ഞാൻ പല വീഡിയോസും കണ്ടു, പല കാര്യങ്ങളൊക്കെ കണ്ടു. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ യൂട്യൂബ് അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മനുഷ്യനല്ല എന്നുള്ളതാണ്. നമുക്കറിയത്തില്ല. നമ്മൾ പല തമ്പനെയിൽസിലും പല കാര്യത്തിലുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് യൂട്യൂബ് അൽഗോരിതം എന്ന് കേട്ടിട്ടുണ്ട്. ഇത് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു AI റോബോട്ടാണ്. മീൻസ് നമ്മുടെ യൂട്യൂബിലെ വീഡിയോസൊക്കെ ഇടുന്നതിനുള്ള അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ അത് അനലൈസ് ചെയ്യുമല്ലോ, അതാണ് അൽഗോരിതം. അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സംഭവം, അതാണ്, അത്രേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന വീഡിയോസ് അനലൈസ് ചെയ്യുക. പുതിയ യൂട്യൂബേഴ്സിനെ ഒന്നുമില്ല, വലിയ യൂട്യൂബേഴ്സൊക്കെ ഉണ്ടല്ലോ, ഇവരുടെ വീഡിയോസ് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കുക. ഇവിടെ ഇതിനെപ്പറ്റി കുറേ തെറ്റിദ്ധാരണകളുണ്ട് മനുഷ്യർക്കിടയിൽ. അതായത് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് കോപ്പിറൈറ്റ് വരും, അത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. പക്ഷെ അതൊന്നുമല്ല. ഇത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ വ്യൂസ് എത്ര ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് പൈസ കിട്ടുന്ന സംഭവമാണല്ലോ. അപ്പം അതിൽ വ്യൂസും നമ്മുടെ അനലറ്റിക്സ് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിച്ച് എൻ്റെ മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ട്, എല്ലാം കൂടെ പറയാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റത്തില്ല. ഞാൻ പതുക്കെ ഓരോരോ കാര്യങ്ങളായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പം ഇതൊക്കെയാണ് അൽഗോരിതം. അൽഗോരിതം എന്ന് പറഞ്ഞാൽ അവർക്ക് കുറേ നമ്മൾ യൂട്യൂബ് ചെയ്യുന്ന വ്യക്തികളുടെ കുറേ കാര്യങ്ങൾ റൂൾസ് ഉണ്ട്, ഇവർക്കിടെ കുറേ റൂൾസ് ഉണ്ട്. അതായത് എന്താ പറയുക, യൂട്യൂബിൽ നമ്മൾ യൂട്യൂബുമായിട്ട് സംബന്ധിച്ച് നമ്മൾ ചാനലുമായിട്ട് സംബന്ധിച്ച കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഒരു സാധനം ഇതൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം അല്ലെങ്കിൽ അതിൽ വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ ദിവസവും വീഡിയോസ് ചെയ്യും, അതിലെന്തെങ്കിലുമൊക്കെ കണ്ടൻസ് കൊണ്ടിടുക എന്നുള്ളതാണ്. കണ്ടൻസ് കൊണ്ടിടുക, അല്ലെങ്കിൽ പല കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുക, ഇതൊക്കെ ചെയ്താൽ തന്നെ ഏറെക്കുറെ വലിയ കുഴപ്പമില്ല, നമ്മുടെ യൂട്യൂബ് ചാനൽ പോകും. അപ്പം യൂട്യൂബ് തന്നെ ചിന്തിക്കും, ഇവൻ എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നുണ്ടല്ലോ, എന്നാൽ നമുക്ക് ഇവൻ്റെ വീഡിയോസ് എല്ലാവരിലേക്കും ഒന്ന് എത്തിച്ച് കളയാം എന്ന് ചിന്തിക്കും. ഇപ്പം ഈ പറഞ്ഞ ഞാൻ എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്ന അല്ലെങ്കിൽ ഭയങ്കര റീച്ചായിട്ടുള്ള വലിയൊരാളൊന്നുമല്ല, സാധാരണക്കാരൻ്റെ പ്രതിനിധി എന്നുള്ള രീതിയിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എല്ലാ ദിവസവും വീഡിയോസ് ഇടുക, ഒരു ലോങ് വീഡിയോ എങ്കിലും എല്ലാ ദിവസവും ഇടുക. പിന്നെ ഷോർട്ട് വീഡിയോ അതൊരു 2-3 ഒക്കെ ഇടാം. അതിൻ്റെ മെയിൻ നമ്മൾ ഷോർട്ട് വീഡിയോ ഇടുന്നതിന് മെയിൻ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുക എന്നുള്ളതാണ്. സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ വ്യൂസ് കിട്ടും. അല്ലാണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് കിട്ടുന്നത് ജെനുവിനായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം. നമ്മളോടൊരു കുറച്ചെങ്കിലും ഒരു സ്നേഹം തോന്നുന്ന ആൾക്കാരായിരിക്കണം. പക്ഷേ എല്ലാ മനുഷ്യർക്കും വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ഓരോരോ ടെക് പരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സംശയം തോന്നുന്ന ഓരോരോ കാര്യങ്ങൾ എല്ലാവരും അങ്ങനെയല്ലേ കണ്ടുപിടിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എല്ലാവരും സെർച്ച് ചെയ്യുന്നതും കണ്ടുപിടിക്കുന്നത്, ശരിയല്ലേ? അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം നല്ല ജെനുവിനായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ നമ്മൾ ഷോർട്ട് ഇടാം, നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയാം. ഞാൻ എൻ്റെ വീഡിയോസിൽ എല്ലാ ദിവസവും പറഞ്ഞൊരു കാര്യമാണ്, സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് നല്ല സുഹൃത്തുക്കൾ പോണക്ക് തന്നെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്, അത് വലിയ സന്തോഷം. പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയുക, ചെയ്യുക, അല്ലെങ്കിൽ അറിയാവുന്ന കാര്യം പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ നമ്മളൊക്കെ പുതിയ ആൾക്കാരായിട്ട് പോകെ എല്ലാം ശരിയാവും. പിന്നെ നിങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ ദിവസവും മസ്റ്റായിട്ട് ഒരു വീഡിയോ ഇടുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. എല്ലാ ദിവസവും വീഡിയോ ഇടുക, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. മീൻസ് നമ്മൾ കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഫേസ് കാണിച്ചിട്ട് സംസാരിക്കുക, നമ്മുടെ ഓൺ വോയിസിൽ സംസാരിക്കുക, ഇതൊക്കെ ചെയ്യുക. പതുക്കെ നമ്മുടെ ചാനൽ റീച്ച് ആവും എന്ന വിശ്വാസത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകും. അത്ര ചെയ്യുള്ളൂ. പലരെയും കളിയാക്കും, കല്ലെറിയും, കുറ്റപ്പെടുത്തും, ഇതൊക്കെ സ്വാഭാവികമാണ്. അതൊന്നും കാര്യമാക്കണ്ട. നമ്മൾ മുന്നോട്ട് തന്നെ പോകണം.
മുന്നോട്ട് വെച്ച കാലം പിന്നോട്ടില്ല എന്ന് പറയും. എല്ലാ ദിവസവും എൻ്റെ വീഡിയോസ് ഇപ്പോൾ ഇനി മുതൽ എന്നും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്ന കാര്യം എന്തെങ്കിലും കാര്യമാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓണാക്കി വെച്ചാൽ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തും. മനസ്സിലായോ? അപ്പം ഇതൊന്നുമില്ല, ഇതിൽ ഒരു ബുദ്ധിമുട്ടില്ല. ഞാനിപ്പം എനിക്കും സബ്സ്ക്രൈബേഴ്സ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. അവസാനം ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പറഞ്ഞിട്ട് ഞാൻ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു, അതിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടു. എനിക്കിപ്പോൾ ഏറെക്കുറെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വാച്ച് അവേഴ്സാണ്, 4000 വാച്ച് അവേഴ്സ്. അത് ഇച്ചിരി പാടാണ്. അത് പാടെന്ന് പറഞ്ഞാൽ നല്ല പാടൊന്നുമില്ല, നല്ല കണ്ടൻറ്റുള്ള നല്ല വീഡിയോസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ പോകും വ്യൂസ്, അല്ലെന്നുണ്ടെങ്കിൽ തന്നെ വാച്ച് അവർ ആവും. അപ്പം ഞാനിപ്പോൾ ഇടുന്ന പന്ന വീഡിയോ ആണെങ്കിൽ ആരും കാണില്ല. എന്ന് വെച്ചാൽ നമുക്ക് നല്ല വീഡിയോസ് ഇടാനുള്ള കഴിവില്ല എന്നല്ല, പോകെ നമ്മളെല്ലാവരും പഠിക്കും. അതുകൊണ്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക. വീഡിയോയ്ക്ക് ക്വാളിറ്റി ഇല്ലെങ്കിലും മൈക്കില്ലെങ്കിലും നല്ല ഫോണില്ലെങ്കിലും ഒന്നും നിങ്ങൾ വിചാരിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് നിങ്ങൾ ഓരോ വീഡിയോ എടുത്ത് എന്നും പോസ്റ്റ് ചെയ്യും. ലോങ് വീഡിയോ ആയിരിക്കണം, ഒരു ദിവസം വീഡിയോ ഉണ്ട്. അതാദ്യം നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് 1000 എങ്കിലും ആക്കിയെടുക്കുക. 1000 ആണ് അവർ പറയുന്ന ക്രൈറ്റീരിയ പ്രകാരം. പിന്നെ ഈ അതിൽ പറയുന്നൊരു സംഭവമാണ് ഈ യൂട്യൂബ് അൽഗോരിതം, അത് പണിതന്നു ഇത് പണിതന്നു നമ്മളെ സ്റ്റക്ക് ചെയ്ത് വെച്ചു, ഇതാണ് എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റക്ക് ചെയ്ത് വെക്കുന്നതല്ല, നമ്മുടെ വീഡിയോസ് അധികം ആൾക്കാർ കാണുന്നില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തേക്ക് അവരത് ഏതെങ്കിലും സമയത്ത് അത് വൈറലാവും എന്നാണ് എൻ്റെ പല വീഡിയോസും അങ്ങനെ നേരത്തെ ഒക്കെ ഇട്ടത്. ഇപ്പം ഒരു മാസമായിട്ടാണ് ഞാൻ വീണ്ടും യൂട്യൂബിലോട്ട് ഇറങ്ങി തുടങ്ങി. അപ്പം അത് വൈറലാവേണ്ട സമയത്ത് വൈറലായിക്കോളും. നമ്മൾ വീഡിയോസ് ഇടുക എന്നുള്ളതാണ്. ഇന്നൊരു വീഡിയോ ഇടുക, നാളെ ഒരു വീഡിയോ ഇടുക. എനിക്ക് കിട്ടുന്ന വ്യൂസ് 5-6 വ്യൂസൊക്കെ. ചിലപ്പോൾ 50ാമത്തെ വീഡിയോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് നല്ല സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുക, അല്ലെന്നുണ്ടെങ്കിൽ നല്ല റീച്ച് ആവുക എന്നൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പിന്നോട്ട് പോകരുത്, നമ്മൾ മുന്നോട്ട് തന്നെ പോകണം, അത്രയേ ഉള്ളൂ. അപ്പം ചെയ്യേണ്ട ഒരു കാര്യം, ഈ അൽഗോരിതം എന്താണെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അതൊരു വലിയ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ എന്താ പറയുക, അവരുടെ വരുമാനം ഇതും അവരുടെ ഓഡിയൻസിൻ്റെ ഡീറ്റെയിലും ഇതും ഒക്കെ കണക്കാക്കുന്ന ഒരു സംഭവമാണ്. അതിപ്പോൾ എങ്ങനെ പറയുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനല്ല, ഒരു മനുഷ്യൻ ഇന്ന് പ്രവർത്തിപ്പിക്കുന്ന കാര്യമല്ല, അതൊരു AI റോബോട്ടിക്കാണ് സാധനം അൽഗോരിതം. നമ്മൾ വൈറ്റ് സ്റ്റുഡിയോയ്ക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റുമല്ലോ, എത്ര വ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ഓഡിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര പേര് ലൈക്ക് ചെയ്തതിൻ്റെ ഡീറ്റെയിൽ, എല്ലാ ഡീറ്റെയിലും കാണില്ല. അനലിറ്റിക്സ് ഈ സാധനമാണ് അൽഗോരിതം. ഇപ്പം ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ നോക്കി മനസ്സിലാക്കി പഠിച്ച് വെച്ച, പക്ഷേ പറയാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം ആദ്യമായിട്ടുള്ള 1-2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് കാണും, നിങ്ങളതൊന്നും കണക്കാക്കണ്ട. അൽഗോരിതം എന്ന് പറഞ്ഞതൊരു അങ്ങനൊരു സംഭവമേ നിങ്ങൾ വിചാരിക്കേണ്ട. പിന്നെ അവരുടെ ക്രൈറ്റീരിയസിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർക്ക് എഗെയിനിസ്റ്റായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കോപ്പിറൈറ്റ് വരുന്ന പുറത്തുനിന്ന് എടുക്കുന്ന ഓഡിയോസ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടാതിരിക്കുക. കഴിവതും നമ്മുടെ വീഡിയോസ്, നമ്മുടെ ഓഡിയോസ്, നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ചെയ്യുക. ഇനി അതല്ല, നമുക്ക് സ്വന്തമായിട്ട് ഇടാനുള്ള ഒരു പൊട്ടൻഷ്യൽ തോന്നുന്നില്ല എങ്കിൽ നമ്മൾ അല്ലാതെ ലൈവ് സ്ട്രീമിംഗ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അത് വെച്ച് നമ്മൾ ഫേസ് കാണിക്കാതെ ചെയ്യും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോസ് ഇട്ടിട്ട് നമ്മുടെ വോയിസ് അതിൽ വന്നു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. പിന്നെ ഓരോ കടമ്പകളാണ് ഇതൊക്കെ, അത് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അൽഗോരിതം ഓർത്താലും പേടിക്കേണ്ട, അൽഗോരിതം പേടിക്കേണ്ട കേസൊന്നുമല്ല. ഇതിപ്പോൾ പല ആൾക്കാർ വീഡിയോസ് ഓടാൻ വേണ്ടിയിട്ട് വൈറലാകാൻ വേണ്ടിയിട്ടും പറഞ്ഞാൽ അൽഗോരിതം പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളതൊന്നും ചിന്തിക്കേണ്ട. നിങ്ങളൊരു വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഇപ്പം ഞാൻ സംസാരിക്കുന്ന പോലെ ഇഷ്ടമുള്ള കാര്യങ്ങൾ സംസാരിക്കുക, അല്ലെ പറയും. ആൾക്കാർ കാണണം, അല്ലെ ആൾക്കാർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇത്രയൊക്കെ ചെയ്യുക, അല്ലേ? മനസ്സിലാകും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും മനസ്സിലാകും. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ഇടുക കേട്ടോ. കാരണം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താറുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറയണം. എങ്കിൽ മാത്രമേ എനിക്കത് ഇനിയും വീഡിയോസ് ഇടുമ്പോൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം യൂട്യൂബ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഒന്നും പേടിക്കേണ്ട. ആൾക്കാരൊക്കെ വെറുതെ പറയുന്നതാണ്. നിങ്ങൾ നല്ല വീഡിയോസ് ഇടുക,
നല്ല നല്ല ഷോട്ട് ഇടുക, ഇതൊക്കെ ചെയ്താൽ മതി. നിങ്ങളുടെ വീഡിയോസ് മുന്നോട്ട് തന്നെ പോകും. ചിലപ്പം 10 വീഡിയോ പോയില്ലെങ്കിൽ ചിലപ്പോൾ 11ാമത്തെ വീഡിയോ ആയിരിക്കും ചിലപ്പോൾ കയറിപ്പോകും. ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകും എന്നുള്ളത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം.